ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിദ്യാസ് റസോയ്. ഇന്ന് ഞാനൊരു ഫിഷ് തവ ഫ്രൈ വിത്ത് ഗ്രേവിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ഹൈലൈറ്റ് ആദ്യം തന്നെ കാണിച്ചേക്കാം. കണ്ടില്ലേ, നന്ദു ശിവയും കണ്ണൻചേട്ടനും എല്ലാവരും ഇരുന്ന് ചപ്പാത്തിയും ഫിഷ് തവ ഫ്രൈയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചപ്പാത്തി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവിയും കൂടെ ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പം ലാസ്റ്റ് കാണിക്കേണ്ടത് ഇന്ന് ആദ്യം തന്നെ അങ്ങ് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം സൂപ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫിഷ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. ഞാനൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കൊരു തവ ഫ്രൈ ഒക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മസാലകൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ ടെർമറിക്ക്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് ഗ്രീൻ ചില്ലിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, പാകത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം. എല്ലാത്തിനും ഈ ഫിഷിനൂടൊക്കെ നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ മാത്രം ഒരു ടേസ്റ്റ് കിട്ടുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഫിഷിനൊക്കെ, ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസിനൊക്കെ. പിന്നെ കുറച്ച് വിനിഗറും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അറിയാമല്ലോ പിന്നെ എല്ലാവർക്കും മീൻ മസാല എങ്ങനെ റെഡിയാക്കേണ്ടതെന്ന്. അപ്പം നമ്മുടെ മീനിന് കുട്ടപ്പന ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചില്ലി ഫേഷ്യലൊക്കെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കണം. പിന്നെ അല്ലെങ്കിൽ തലേദിവസം വെച്ചേക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പം ഞാനിതൊരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ. ഇതിപ്പം ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി വെക്കും, വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയായി 3-4 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു പാൻ വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പരിമിതികളൊക്കെ വെച്ചിട്ട് വേണമല്ലോ നമുക്കിവിടെ കുക്ക് ചെയ്യാനായിട്ട്. നമുക്കൊരു വലിയ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയൊരു പാനാണുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇരുത്തിയും കിടത്തിയും നിർത്തിയൊക്കെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഫിഷിനൊക്കെ ആകുമ്പോൾ അധികം കുക്കിംഗ് ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ ഒരു സൈഡ് ഇപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ അധികം ചൂട് ഒരു സൈഡിലേക്കൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെയൊക്കെ ഇപ്പോൾ തൊടാൻ പറ്റും. അപ്പം ഞാനതിനെ സാഹസികമായിട്ടൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഫിഷിനൊക്കെ ഭയങ്കര കുക്കിംഗ് ടൈം തീരെ കുറവല്ല, പെട്ടെന്നല്ലേ ഇത് കുക്കാവുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സൈഡും കൂടി ആയിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇറക്കിയും തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ചെറിയ പാനിലൊക്കെ വെച്ചാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് കുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഇവനെ ഒന്ന് നിർത്തി ഇനി ഒന്ന് കുക്ക് ചെയ്യട്ടെ, സൈഡ് ഭാഗം കൂടെ ഒന്ന് കുക്കായി കിട്ടണ്ടേ. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഗ്രേവി ഉള്ളത് കൊണ്ട് പൊറോട്ട, അപ്പം, പിന്നെ ചപ്പാത്തി, റൈസ് എന്തിൻ്റെ കൂടെ ആണെങ്കിലും നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ സൈഡ് ഭാഗം കൂടി ഒന്ന് കുക്കായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആ വാലിൻ്റെ ഭാഗവും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ കൂടെ നമുക്കിനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഫിഷ് കുട്ടപ്പൻ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒണിയൻ എടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും അതിൻ്റെ കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്, അതൊരു ഷോയ്ക്ക് വേണ്ടി ഇടാൻ വേണ്ടി മാത്രം. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇപ്പോൾ ഇതിൽ ഞാൻ കുറച്ചൊരു പെരിഞ്ജീരകം ഇടുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ കൂടെ ഒരു പെരിഞ്ജീരകം ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് നമ്മളൊന്ന് ഗ്രേവിക്ക് വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ഇതും അങ്ങനെ ഒരുപാട് അങ്ങ് വഴന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ കൊറിയാൻഡർ പൗഡറും ടെർമറിക് പൗഡറും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇതിപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ഓവർ കുക്കൊന്നും ആവണ്ട. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലകളെല്ലാം കൂടി നമുക്ക് അങ്ങ് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കണം. എന്നിട്ട് ഇനി പെതുക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, ആ ഒരു പച്ചമണം മാറുന്നിടം വരെ. അപ്പോൾ ഇനിയും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്. നമുക്ക് ടൊമാറ്റോ അങ്ങനെ ഇടുന്നതിനെക്കാട്ടിലും നല്ലത് പേസ്റ്റ് ചേർക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഗ്രേവി ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇനിയും പേസ്റ്റൊക്കെ ചേർക്കാൻ പോകുന്നത്. നമ്മൾ സോയാ സോസും പിന്നെ ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഹോട്ട് ആൻഡ് സോർ പോലെ നല്ലൊരു സ്വീറ്റും ചെറിയൊരു പുളിയും മധുരവും എരിവും എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പാകത്തിനുള്ള സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിപ്പം വേണമെങ്കിൽ ഇതിൻ്റെ എരിവൊക്കെ നോക്കാം, പിന്നെ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർക്കാം, പിന്നെ ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാം. ഇപ്പോൾ ഗ്രേവിക്കൊക്കെ ഇത്രയും തിക്കായിട്ടൊക്കെ മതിയെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഫിഷൊക്കെ പൊള്ളിച്ചെടുക്കുമ്പോൾ ഉള്ള ഇത്രയും ഒരു ഗ്രേവിയാണല്ലോ. അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ചപ്പാത്തിയുടെയും പൊറോട്ടയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഗ്രേവി കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതല്ലേ നല്ലത്. അപ്പം ഞാനിതിലേക്ക് ഇനി കുറച്ചൊരു ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് ചപ്പാത്തി ആയതുകൊണ്ട് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എപ്പോൾ ചേർത്താലും നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർക്കണം. ഇതിന് നന്നായിട്ടൊന്ന് കുക്കായിക്കോട്ടെ. അപ്പം ഞാൻ ചപ്പാത്തിയും എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇത് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഫിഷ് വേറൊരു വലിയൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്കിത് ഒഴിക്കാം അതിൻ്റെ മുകളിലേക്ക്. അപ്പം നല്ല ചൂടോടെ നമ്മൾ ഒഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗ്രേവിയൊക്കെ ചെന്ന് നല്ലൊരു കൂടുതൽ ടേസ്റ്റ് ആകും. അല്ല, അപ്പം നമ്മുടെ ഫിഷ് തവ ഫ്രൈ വിത്ത് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ഫീഡ്ബാക്ക് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതിയോ, നിങ്ങളുടേതും കൂടി പറയണ്ടേ. അപ്പോൾ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരത്തേക്കും എല്ലാവർക്കും ബൈ ബൈ. പിന്നെ നന്ദു ശിവൻ കളിച്ചിട്ടൊക്കെ കഴിക്കട്ടെ. അപ്പം ഞാനും കൂടി പോയി കഴിക്കാൻ പോവാണ്. അപ്പം ബൈ ബൈ.